Hi friends, welcome to Fix Media. I'm Shahir. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർബിക്കോ ഗ്രിൽ ചിക്കൻ എങ്ങനെ നമുക്ക് വീട്ടിൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് അതെങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ മുക്കാൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വരഞ്ഞ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ചെസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം. അതായത് ഫുള്ളായിട്ട് അതിന് കഷ്ണം വെട്ടി മാറ്റല്ല, കുറച്ച് അതിൽ വെച്ചിട്ട് അതിൽ നിന്നൊരു പീസ് നമ്മൾ കട്ട് ചെയ്യുക. കാരണം അത് ശരിക്കും മസാല അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. അതുപോലെ ഇതുപോലെ ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ചെറുനാരങ്ങ 2 പിഴിഞ്ഞത്, അതിൻ്റെ സീഡ്സ് ഒഴിവാക്കി പിഴിഞ്ഞതാണ്. അതാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചത്. പിന്നെ സോയാ സോസ് ഉണ്ടല്ലോ, സ്വീറ്റ് സോയാ സോസ് ഉണ്ട്, അത് 2 ടേബിൾ സ്പൂൺ. അത് നല്ലോണം അതിൽ മിക്സ് ചെയ്ത് നല്ല കലർത്തുക, നല്ല മിക്സ് ചെയ്യുക. അത് നല്ല മിക്സ് ആയതിനു ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മളതിൽ ആഡ് ചെയ്യണം. രണ്ടും ഓരോ ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ നല്ലവണ്ണം അതിൽ മിക്സ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടത്. അതൊരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എരിവുള്ള മുളകും പൊടിയും ചേർക്കാം. ഞാൻ കുറച്ചൊരു ഷോ കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതിനുശേഷം ബ്ലാക്ക് പെപ്പർ, അതായത് കുരുമുളക് പൊടി നമ്മൾ ചേർക്കുകയാണ്, ഒരു ടീസ്പൂൺ. പിന്നെ അപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നല്ലോണം മിക്സ് ചെയ്യണം. എല്ലാം നമ്മളിട്ടിട്ട് നല്ലോണം അതിൽ മിക്സ് ചെയ്തിട്ട് ആ മസാലയിൽ ചേർക്കണം. അടുത്ത് ഗരം മസാല 1 ടീസ്പൂൺ നമ്മൾ ചേർത്തു. പിന്നെ 2 ടീസ്പൂൺ തൈര്, ടേബിൾ സ്പൂൺ തൈര് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അതുപോലെ എല്ലാം മിക്സ് ചെയ്ത് ചേർത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ നല്ല മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇങ്ങനെ പറയാനൊന്നുമില്ല, നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതുപോലെ തന്നെ നല്ല മിക്സ് ചെയ്തിട്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ ഏതാണ്ട് മസാല തയ്യാറായി. നല്ല മിക്സ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ അടുത്ത പണി ചിക്കൻ നമ്മൾ അത് അപ്ലൈ ചെയ്യണം. അതുപോലെ നല്ല തേച്ച് പിടിപ്പിക്കുക. കൈ കൊണ്ടാവും കൂടുതൽ നല്ലത്. കാരണം അത് എല്ലായിടത്തും വരഞ്ഞ ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലത് കൈ കൊണ്ടാവണം. അപ്പോൾ കൈ കൊണ്ട് ചെയ്യുക പരമാവധി. അതുപോലെ ഇത് തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിൻ്റെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത ഗ്രില്ലിലേക്ക് കിടക്കാം.
അപ്പോൾ നമ്മൾ ഗ്രില്ല് വെച്ചിട്ടുണ്ട്, ഏതാണ്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ നമ്മൾ ചിക്കന് ഗ്രില്ലറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കരിയിലും ചെയ്യാൻ പറ്റാത്ത പ്രശ്നമല്ല. ഞാൻ എൻ്റെ സൗകര്യത്തിന് ഗ്രില്ലിൽ വെച്ച് വന്നുള്ളൂ. കരിയിൽ വെക്കുമ്പോൾ അതിൻ്റെ മസാലയൊക്കെ കരിയാതെ ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ 10 മിനിറ്റായി. ഇനി ഒന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ആവണം. അപ്പോൾ നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫിക്സ് മീഡിയ.